നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ഇതൊരു ഷോ അല്ലേ? ഏതായാലും എന്റെ കാര്യം പോക്കാ. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. ഞങ്ങൾക്കൊക്കെ പുറത്ത് പോണ്ടേ? നമ്മുടെ എത്ര 3 ജനറേഷൻ 4 ജനറേഷനിലെ ഈ ഷോ കാണുന്നത്. കൊറേ എണ്ണുണ്ട്, ഒരു വിവരമില്ല. ഇവിടെ നടന്ന കാര്യമാണ്. ഒരാൾ പുതപ്പ് കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി ചോർത്തി എടുക്കാന്ന് പറഞ്ഞ എന്തൊരു ഒരാൾ കൂടെ പോയി കിടക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. ശരി, അനുമോൾ നിങ്ങൾ കണ്ടോ? കണ്ടായിരുന്നു. ഞാൻ എന്ത് ഈ കണ്ടുകൊണ്ട് കണ്ടതല്ലേ? അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. എന്താ നിങ്ങൾ കണ്ട? ഇവര് രണ്ടുപേരും ഒരുമിച്ച് എന്ന് വെച്ചാ വളരെ മോശമാണ്. ശരി, ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി. ഞാൻ US ഞാനും നോക്കി. ഞങ്ങൾ അത് കണ്ടിട്ടില്ല. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കാര്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല ലേട്ടാ, പക്ഷെ ഞാൻ കണ്ടു. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. അതിൽ ഞാൻ ഉറച്ചു. അതെങ്ങനെയാണ്? ബാക്കി ആരും കാണാത്തൊരു കാര്യം, ഞങ്ങളെ പോലും കാണാത്തൊരു കാര്യം നിങ്ങൾ കണ്ടോ തർക്കുത്തരം പറയണോ? കാര്യം ഇതൊരു ഷോ അല്ലേ? ഇത് ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ഞാൻ കണ്ടു. നാക്കിന് ബ്രേക്കും ഇല്ല, ബെല്ലും ഇല്ല. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യം. എന്ത് കണ്ടു? പുതപ്പിന്റെ അടിയിൽ എങ്ങനെ എന്താ കണ്ടത് നിങ്ങൾ? എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ. എന്ത് കാണാൻ? നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്ത് കണ്ടു എന്ന് പറയൂ. കണ്ടില്ലേ, കേട്ട ഭാവില്ല. ശരിക്കും സാറിനെ ഇൻസൾട്ട് ചെയ്യാ. അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെ നുണ പറയോ? മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നും. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെനിക്കറിയില്ല. അതെനിക്കറിയില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ അതാണ് ആൻസർ. ഒറ്റ അടിവെച്ചോണ്ടല്ലോ. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ ദിവസം പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചരിച്ചും മതി, നീ അപ്പുറത്ത് കാണും പോ. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷമായി. ഇന്നത്തെ കോട്ട തീർന്നു. എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്ന കരുതിയാ ഞാൻ ഇറങ്ങിയത്. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളെന്ന് സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം? അതൊരു നിമിഷ നേരത്തെ കൈപ്പഴ. പൊതുപ്പെടുത്തോണ്ടോ നിങ്ങളല്ലേ? കൊറേ കാലേ വഞ്ചാൻ പിന്താണെന്നു. പൊതുപ്പെടുത്തുകൊണ്ട് വരുന്നു, കിടത്തുന്നു. എന്തൊരു നാണക്കേടാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം. എല്ലാവർക്കും ഇതെന്താണെന്ന് ക്ലാരിറ്റി കിട്ടാൻ ഇങ്ങനെയാണോ കാണിക്കുന്നത്? നീ മിണ്ടരുത്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. പ്രേക്ഷകരുടെ ഇടയിൽ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഏറ്റെടുത്തു പോയി. അതുകൊണ്ട് വിഴുപ്പ് കെട്ട് ചുമക്കാൻ